നമസ്കാരം. വിവാദങ്ങളുടെ കൊടുങ്കാറ്റിന്റെ ഒത്ത നടുവിലാണ് തെന്നിന്ത്യൻ നടി തൃഷ കൃഷ്ണൻ. നടൻ ദളപതി വിജയുമായുള്ള നടിയുടെ ബന്ധമാണ് വാർത്തകളുടെ പ്രധാന വിഷയം. വളരെ വർഷങ്ങളായി ഇവർ തമ്മിൽ അടുപ്പമുണ്ട് എന്ന തരത്തിൽ പലപ്പോഴും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എങ്കിലും അടുത്തിടെ നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ഇരുവരും ഒരേ പ്രൈവറ്റ് ജെറ്റിൽ ഒന്നിച്ച് യാത്ര ചെയ്തെത്തിയതാണ് വീണ്ടും വിവാദങ്ങൾ ഉടലെടുക്കാൻ ഇടയായത്. ചെന്നൈയിൽ നിന്ന് ഗോവ വരെ തൃഷയും വിജയും ഒന്നിച്ചു പറഞ്ഞതാണ് ഇപ്പോഴത്തെ വിഷയം. ഇപ്പോഴിതാ തൃഷ നടത്തിയ മറ്റൊരു കാര്യം ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നു കഴിഞ്ഞതോടെ ഗോസിപ്പ് കോളങ്ങളിൽ നടിയുടെ വാർത്ത വീണ്ടും വൈറലാകുന്നത്. സൂര്യ നായകനാകുന്ന സൂര്യ 45 എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ നായിക തൃഷയാണ്. നിലവിൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് കോയമ്പത്തൂരിൽ പുരോഗമിച്ചു വരികയാണ്. ഇതിനിടെ നടി കോയമ്പത്തൂരിലെ മരുതമലൈ മുരുകൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. താരങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്ന കാര്യത്തിൽ പുതുമയില്ലെങ്കിലും ഇവിടെ തൃഷ എത്തിയത് എന്തിന് എന്നതാണ് ചർച്ചകൾക്ക് ചൂട് വർദ്ധിപ്പിക്കുന്നത്. ക്ഷേത്ര ദർശനം നടത്തിയത് മാത്രമല്ല, തൃഷ ഇവിടെ പ്രത്യേകം പൂജകൾ ചെയ്തതും വിഷയമായിരിക്കുകയാണ്. അമ്പലത്തിൽ നിലത്തിരുന്ന വഴിപാടുകൾ നടത്തുന്ന ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. ഒന്നിലേറെ ചിത്രങ്ങൾ തൃഷയുടേതായി വരാനിരിക്കുമ്പോൾ തൃഷ വിജയുമായുള്ള വിവാഹം നടക്കാൻ വേണ്ടിയാണ് പൂജ നടത്തിയത് എന്നൊരു വാദം കൂടെ പാപ്പരാസുകൾക്കിടയിലുണ്ട്. കഴിഞ്ഞ ദിവസം തൃഷയും അജിത്തും അഭിനയിക്കുന്ന പുതിയ ചിത്രത്തിന്റേതായി ഒരു സ്റ്റിൽ റിലീസ് ചെയ്തിരുന്നു. രണ്ടുപേർക്കും ഇന്നും പഴയ പ്രായം തന്നെയെന്നാണ് ആരാധകരുടെ കമന്റ്. തൃഷ വിജയ് വിഷയം വീണ്ടും ഗോസിപ്പ് കോളങ്ങളിൽ നിറയുമ്പോൾ നടൻ വിജയുടെ ഭാര്യ സംഗീത സമലിംഗം എവിടെ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. തമിഴ് പാരമ്പര്യമുള്ള ശ്രീലങ്കൻ സ്വദേശിയായ പിതാവിന്റെ മകളാണ് സംഗീത. വിജയുമായി അടുക്കുന്ന വേളയിൽ ഇവർ ലണ്ടനിലായിരുന്നു താമസം. സംവിധായകൻ ശങ്കറിന്റെ പുത്രിയുടെ വിവാഹത്തിനാണ് സംഗീതയെ ഏറ്റവും ഒടുവിലായി ഒരു പൊതുചടങ്ങിൽ കണ്ടത്. ഇവിടെ ആകട്ടെ വിജയ് കൂടെ എത്തിയതുമില്ല. ഗോട്ടിന്റെ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു വിജയ് എന്നായിരുന്നു അന്ന് ലഭ്യമായ വിവരം. തൃഷ വർഷങ്ങൾക്ക് മുൻപ് വിവാഹിതയാവുകയും എന്നുറപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞതിന്റെ വിവരവും പുറത്തു വന്നു. എന്നാൽ ഈ വിവാഹം മുടങ്ങി എന്ന വാർത്തയും തൊട്ടു പിന്നാലെ വന്നു ചേർന്നു. വർഷങ്ങളോളം വിജയ് തൃഷയുടെ ഒപ്പം ഒരു സിനിമയിലും അഭിനയിച്ചിരുന്നില്ല. ഒടുവിൽ 15 വർഷങ്ങൾക്ക് ശേഷം ലിയോയിൽ തൃഷയും വിജയും നായികമാരായി. തൃഷയ്ക്ക് പൊന്നിയിൻ സെൽവൻ നൽകിയ മൈലേജിൽ പണ്ടത്തേതിലും സജീവമായി തമിഴ് സിനിമയിൽ നിറയുകയാണ് താരം. മലയാള ചിത്രങ്ങളായ റാം ഐഡന്റിറ്റി എന്നിവയ്ക്ക് പുറമെ വിടാമുയർച്ചി, വിശ്വംഭരെ, തഗ് ലൈഫ്, സൂര്യ 45 എന്നീ ചിത്രങ്ങളും തൃഷ കൃഷ്ണൻ നായികയാവും. സിനിമയിൽ തൃഷ 22 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. സൂര്യ 45 ലൊക്കേഷനിൽ വെച്ചാണ് തൃഷയുടെ സിനിമയിലെ 22 വർഷങ്ങളുടെ ആഘോഷം നടന്നത്. തഗ് ലൈഫ് ഒഴികെ മറ്റ് ചിത്രങ്ങളെല്ലാം നടന്നു വരികയാണ്. പൊന്നിയിൻ സെൽവന് മുൻപ് 96-ലെ ജാനു എന്ന കഥാപാത്രത്തിന് തൃഷ പ്രശംസ നേടിയിരുന്നു.